ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്കോട്ട്ലൻഡ് ഡേ 2 ആണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പ്രീമിയർ ഇൻ അവരുടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയും പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു, പുറത്തെ വ്യൂ കാണിച്ചില്ലല്ലോ, പുറം എങ്ങനെയാണ്, ഹോട്ടലിൻ്റെ പുറത്ത് എങ്ങനെയാണെന്ന് കാണിക്കണമല്ലോ. അങ്ങ് ദൂരെ ബ്രിഡ്ജസ് കാണുന്നില്ല, അതാണ് നമ്മൾ ഇന്നലെ പോയ സ്ഥലം. അവിടെയാണ് ആ സീ സൈഡ്. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഈ വ്യൂ ആ. ഇന്നലെ വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്തും രാവിലെ എഴുന്നേറ്റപ്പോഴൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ക്യാമറയിൽ അത്ര എനിക്കറിയില്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന്, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ബസ് എടുത്തു. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. സോ അവിടെ നിന്ന് ബസ് എടുത്തു. ഡേ പാസ് ആണ് എടുക്കുന്നത് ബസ്സിന്. അപ്പോൾ നമുക്ക് ഡേ പാസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡേ നമുക്ക് എഡിൻബ്ര ഏരിയാസിലെല്ലാം ബസ്സിന് പോയി വരാം. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു സൗകര്യമാണ്. നമ്മൾ ഓരോ സിംഗിൾ ടിക്കറ്റ് എടുക്കുന്നതിനെക്കാട്ടി ഒത്തിരി ലാഭമാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിൽ കൂടെ, ഭയങ്കര ശാന്തസുന്ദരമായ ഒരു സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലത്തൂടാണ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1/2 hour ബസ് റൈഡ് ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെയൊക്കെ പോയി, കുറേ കൃഷിഭൂമികളും അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. കുറേ ചെമ്മരിയാടും പശുക്കളും അങ്ങനെയുള്ള സ്ഥലത്തു കൂടാണ് നമ്മൾ വന്നത്. അങ്ങനെ അവസാനം നമ്മൾ എഡിൻബ്ര സിറ്റി കണ്ടു. ഇതാണ് എഡിൻബ്ര സിറ്റി. നമ്മൾ അങ്ങോട്ട് കയറുന്ന ആ ഒരു വ്യൂ, ഇങ്ങനെ പഴയ ബിൽഡിങ്സ്, നമ്മൾ ഹാരി പോട്ടർ മൂവിയിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു എല്ലാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ബിൽഡിങ്സ് നമുക്കിങ്ങനെ ഒരേപോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. ഭയങ്കര എന്തോ ഒരു സ്റ്റോറി ബുക്കിൽ പോയ പോലെ, അങ്ങനത്തെ നല്ല ഭംഗിയുള്ളൊരു സിറ്റിയാണ് എഡിൻബ്ര. എന്തായാലും വെതറൊക്കെ നല്ല വെതറാണ്, നല്ല സണ്ണി ഡേ ആണ്. നമ്മളിതുപോലെ സ്കോട്ട്ലൻഡ് വരുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരിങ്ങനെ പറഞ്ഞു ഫുൾ ടൈം മഴയായിരിക്കും, ഇരുണ്ട കാലാവസ്ഥയായിരിക്കും. എന്തായാലും നമുക്ക് നല്ലതായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കിട്ടിയത്. അതുപോലെ കാലാവസ്ഥ നല്ലതായതുകൊണ്ടാന്ന് തോന്നുന്നു ഒത്തിരിയും ആൾക്കാർ ഹോളിഡേക്കൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ ഇപ്പോൾ. നമ്മളെന്തായാലും ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്താൽ വന്നേ ഓരോ സ്ഥലത്തും പോകാനുള്ള. ഇനി അറിയില്ല എല്ലായിടവും പോകാനുള്ള ടൈം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ആദ്യം നമ്മളെത്തിയത് സ്കോട്ട് മോണ്യുമെൻറ്റിലാണ്. ഇത് വോൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് റൈറ്ററിൻ്റെ മെമ്മറിക്ക് വേണ്ടി അവർ പണിത മോണ്യുമെൻ്റാണ്. നമ്മളുടെ ലോകത്തിൽ തന്നെ ഒരു റൈറ്ററിന് വേണ്ടി ഇത്ര വലിയൊരു മോണ്യുമെൻറ്റ് പണിതിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. ഹലോ, അപ്പം നമ്മൾ എഡിൻബ്ര എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ബസ് നമ്പർ 43 എടുത്തു. ഡയറക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന്. എന്നിട്ട് അവിടെ എത്തി ഇറങ്ങി പ്രിൻസസ് സ്ട്രീറ്റ് വഴി നടന്ന് സ്കോട്ട് മോണ്യുമെൻ്റ് ഒക്കെ കണ്ട് ഇങ്ങനെ പെതുക്കെ നടന്ന് പോവാം ക്യാസിലോട്ട്. ക്യാസിലിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അവിടെ ചെന്നിട്ട് നോക്കാൻ കിട്ടുന്ന ഭാഗ്യപരീക്ഷണമാണ് അത്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാൻ, പ്രിറ്റിയാണ്.
ഞങ്ങളപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കും. നമ്മൾ സ്കോട്ട്ലൻഡ് വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന മ്യൂസിക്കാ മുമ്പേ നമ്മൾ കേട്ടത്. ആ പുള്ളിക്കാരൻ അവിടെ വായിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ എന്തോ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റാണ് അത്. എവിടെ തിരിഞ്ഞാലും ഈ മ്യൂസിക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് പോലെ പലരും ഒത്തിരി ആൾക്കാരിങ്ങനെ അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കൾച്ചറലി കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നി. നമ്മളങ്ങനെ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ കാസിലോട്ട് പോകുന്ന വഴിയിലാണ് എഡിൻബ്ര ആർട്ട് ഗാലറി ഉള്ളത്. അപ്പോൾ ഓർത്തു എന്നാൽ പിന്നെ അകത്തേറിയത് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു വേറൊരു ഫീലായിരുന്നു അതിൻ്റെ അകത്ത് കയറിയപ്പോൾ. പ്രത്യേകം കളർ കോൺട്രാസ്റ്റും ആ ബാക്ക്ഗ്രൗണ്ടും പിക്ചേഴ്സിൻ്റെയൊക്കെ ഫ്രെയിമും എല്ലാം കൂടി ഒരു എനിക്ക് തോന്നിയത് ഒരു റോയൽ ലുക്കായിട്ടാണ് തോന്നിയത്. അപ്പോൾ ആദ്യം ഇങ്ങനെ റിനൈസൻസ് കാലഘട്ടത്തിലെ കുറേ പിക്ചേഴ്സൊക്കെ ആയിരുന്നു. അതായത് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ കുറേ പിക്ചേഴ്സ്. അപ്പോൾ ആ സമയത്തുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ വന്ന ചേഞ്ചസ്, അങ്ങനെയൊക്കെ കുറേ റിലീജിയസ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ നവോത്ഥാന കാലഘട്ടത്തിൽ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ കുറേ മാറ്റങ്ങൾ വന്നു. അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും അവർ എക്സ്പ്രസ് ചെയ്തതും ഒക്കെ വേറെ രീതികളിലായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാറ്റവും അങ്ങനെ ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഗാലറി ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു സെറ്റപ്പും അതെല്ലാം ഭയങ്കര നമുക്കിങ്ങനെ കണ്ടുപോകാനൊരു രസമുണ്ടായിരുന്നു. ഈ ഗാലറി 3 ഫ്ലോറിലായിട്ടാണ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തേക്കുന്നത്. പല പല കാലഘട്ടത്തിലെ ഓരോ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം വരെയുള്ള ആർട്ടിൽ വന്ന മാറ്റങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് പല ലെവൽസിലായിട്ടാണ് ഈ ആർട്ട് ഗാലറി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോ പടങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഴമയുടെ പിക്ചേഴ്സ് മാത്രമല്ല, പതുക്കെ ആർട്ട് വളർന്നു വന്നു, മോഡേൺ ആർട്ടായി. ആൾക്കാർ കുറേ കളേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു ആൾക്കാരുടെ ആ ഒരു ആർട്ടിൽ വന്ന വ്യത്യാസം, ആൾക്കാരുടെ ആർട്ടിനോടുള്ള അപ്രോച്ചിൻ്റെ വ്യത്യാസം, അപ്പോൾ അതൊക്കെ അങ്ങനെ ഭയങ്കര ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഥകളൊക്കെ വായിച്ച് കുറേ പിക്ചേഴ്സൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിന് എല്ലാവർക്കും ഇങ്ങനെ ആർട്ട് ഗാലറി, മ്യൂസിയം ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എത്ര നേരം വേണമെന്ന് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഒരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാസിലോട്ട് നമ്മുടെ ആർട്ട് ഗാലറിയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു ഹില്ല് കയറി വേണം കാസിലെത്താൻ. കാരണം ഭയങ്കര ഇങ്ങനെ ഉയരത്തിലാണ് കാസിൽ നിൽക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ എഫേർട്ട് സമ്മതിക്കണം. രാവിലെ മുതൽ ഇങ്ങനെ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്ത് ഒക്കെ നിൽക്കുന്നത്. ചിലർ ഈ പുള്ളിക്കാരനൊക്കെ ഒരു ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തതും. അപ്പോൾ ഒരു എൻ്റർടൈനിങ് ആണ്. എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് ഒരു കാണാൻ നല്ലൊരു രസമായിരുന്നു. പക്ഷേ അതുപോലെ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ സമ്മതിക്കണം. അങ്ങനെ നമ്മൾ കാസിലെത്തി. നമ്മൾ വിചാരിച്ചതുപോലെ ടിക്കറ്റ് കിട്ടിയില്ല. കാസിലിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം. അവിടെ ചെന്നാൽ ടിക്കറ്റ് കിട്ടില്ല. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും ടിക്കറ്റ്സൊക്കെ സോൾഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോർത്ത് ചെന്ന് നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ. പക്ഷേ കിട്ടിയില്ല. ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ. എനിവേസ് അങ്ങനെ പുറത്തുനിന്ന് കാസിൽ കണ്ടിട്ട് വരേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ ക്യാമറ ഒബ്സ്ക്യൂർ വേൾഡ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് വന്നേക്കുന്നത്. എഡിൻബറ കാസിലിൻ്റെ അടുത്ത് തന്നെയാണ്. എന്തൊക്കെയോ ഇങ്ങനെ ലൈറ്റ് കൊണ്ടും ഇല്യൂഷൻസ് ഒക്കെ ആണെന്നാണ് സെറ്റപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 ഫ്ലോർ ഉണ്ട്. എന്തുകൊണ്ടെന്ന് നോക്കാം. Push the button to hear the cats duet. Duet പാടുന്ന പൂച്ച. 3 blind mice. Push the button to hear them sing. Chacha, chacha. ഈ സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളുടെ ഉള്ളിലെ കുട്ടീനെ പുറത്തെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മളെല്ലാം മറന്ന് അതിങ്ങനെ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്നും നോക്കുന്നില്ല. അത് എൻ്റെതായ ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഒരു പ്രത്യേക രസമായിരുന്നു. നമുക്കറിയാം ഇതിൻ്റെ പുറകിലെ കാര്യങ്ങൾ എന്താണെന്ന്. ഇപ്പോൾ ഇത് തന്നെ അങ്ങ് ദൂരെ ലൈറ്റുള്ളത് പോലെ തോന്നും. പക്ഷെ അതല്ല, 2-3 മിററേ ഉള്ളൂ. അവരങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ലോജിക്കൊക്കെ മറന്ന് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. എല്ലാം മറന്ന് കുറേ നേരം. അപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് തെർമൽ ക്യാമറ. നമ്മളൊരുമാതിരി എക്സ്റേ എടുക്കുന്നത് പോലെയുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ. നമ്മളുടെ ബോഡിയിൽ എവിടെയൊക്കെ ഹീറ്റുണ്ടോ, അല്ലെങ്കിൽ ബേസിക്കലി എവിടെയൊക്കെ ഹീറ്റുണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ റെഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചാച്ചൻ എവിടെയൊക്കെ ചൂടായിട്ടിരിക്കുന്നതൊന്നും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. പക്ഷേ നമുക്ക് അതൊരു രസമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഒരുമാതിരി സ്കാനിങ് മെഷീൻ്റെ അത് കയറിയതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്ന് പോയപ്പോഴാണ് ഒരു അടിപൊളി റൂം കണ്ടത്. ഇത് ഫുള്ള് ലൈറ്റ് കൊണ്ടുള്ള പരിപാടിയാണ്. ഈ ട്യൂബുകളുടെ അകത്തൂടെയൊക്കെ ഇവർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കടത്തി വിടും. അങ്ങനെയാണ് ഈ ലൈറ്റ് ഇങ്ങനെ ഈ സോഴ്സ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വായിച്ചിടത്തോളം. അപ്പോൾ അത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ പിടിക്കുന്നിടത്തൂടെ അവിടെ കൂടെ ലൈറ്റ് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. നമ്മുടെ കൈയുടെ മൂവ്മെൻ്റ് അനുസരിച്ച് ആ ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും.
അങ്ങനെ ഒരു എന്നാ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അത്. അതും അങ്ങനെ തന്നെയാ. ഹൗ വെൽ ഡു യുവർ ഹാൻഡ്സ് അട്രാക്ട് ലൈറ്റ്? ഹേയ്, അത് കൊള്ളാം. അയ്യോ, പൊളി പൊളി പൊളി. ഇതോ 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 വിട്ടെ വിട്ടെ. അടിച്ചു അടിച്ചു അടിച്ചു, ഷോക്കടിച്ചു അടിച്ചു ഷോക്കടിച്ചു. അതെ, ഷോക്കടിച്ചു ഷോക്കടിച്ചു. Hold on to glass tube and watch lightning pass through your hands. പിന്നെ പിടിച്ചേ, കൈ പിടിക്ക്, പുറകിൽ പിടിക്ക്. ആവോ, ഇതെനിക്ക് മനസ്സിലായില്ലല്ലോ. അതത്രേ ഉള്ളൂ തോന്നുന്നു. കയ്യെ കൂടെ പോകുന്ന പോലെ കാണാം, അത്രേ ഉള്ളൂ. ജയന്റ് പ്ലാസ്മ ബോൾ. അത് ലൈറ്റ് കത്തും അപ്പുറത്തെ ട്യൂബ് അല്ലേ. ഇത് ദേ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതിങ്ങനെ മുകളിലോട്ട് വരും. കണ്ടോ, ഒറ്റ അടിക്ക്. ഒരു വിസാർഡിനെ പോലെയൊക്കെ. ബ്ലാക്ക് മാജിക്. ഭാവിയോ ഭൂതോ വല്ലതും കാണും. ഉണ്ട്, കറണ്ട് ഉണ്ട്. ടച്ച് ടു സീ ഇലക്ട്രിസിറ്റി. ആ കൈ തൊടുന്നിടത്ത് എന്തോ വന്നു, കണ്ടാ? ഞാനും ഒന്ന് തൊട്ട് നോക്കട്ടെ, കറണ്ട് ഉണ്ടോന്ന്. ദേ കൈ പോകുന്നിടത്ത് ഇങ്ങനെ അതിൻ്റെ സാധനം നമ്മുടെ കൂടെ വരും. ദേ ദേ നിഗൂഢത നിറഞ്ഞൊരു സാധനം. ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരുമിച്ച് ഒരു നടുക്കോട്ടാക്കാൻ പറ്റുമായിരിക്കും. കണ്ടോ കണ്ടോ? മന്ത്രവാദിനി. ഇത് ക്രാക്കർ ടച്ച് മീ, അത്രേ ഉള്ളൂ എഴുതിയേക്കുന്നത്. കൈ എവിടെ പിടിക്കുന്നു അവിടോട്ട് ഇങ്ങനെ. ഡിസ്കോ പാർട്ടി. ചാച്ചാ, ഞാൻ ചാച്ചൻ്റെ ഭാവി ഭൂത വർത്തമാനം എല്ലാം പറയാൻ കൈപിടി. ഇതാണോ ഭാവി? അടിക്കാതെ. ഗൈസ്, കുറേ ചാച്ചന്മാർ, ഒത്തിരി ചാച്ചന്മാർ, കുറേ ഉണ്ട്. ഒന്ന് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ഇതിലേതാണ് കറക്റ്റ് ചാച്ചൻ? ഇതിലേതാണ് എൻ്റെ കെട്ടിയവൻ? എങ്ങനെ അറിയോ? എവിടെ കണ്ടുപിടിക്കും? എൻ്റെ കെട്ടിയവനെ കാണുന്നില്ല. ഇത് കണ്ടില്ലേ? സത്യത്തിൽ ആരോ എൻ്റെ തല വെട്ടി ഒട്ടിച്ചു അടച്ചെന്നിട്ട്. എൻ്റെ തല വെട്ടി വെച്ചേക്കുന്നത് പോലെ ഇല്ലേ ടേബിളിൻ്റെ മുകളിൽ. സത്യം പറഞ്ഞാൽ ഇത് സൈഡിലൊക്കെ മിററാ. അപ്പോൾ മിററിൻ്റെ അകത്തൂടെ നമുക്ക് നേരം തോന്നും ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലെന്ന്. നമ്മൾ ഈ ഫ്രണ്ടിൽ കൂടെ കയറാൻ നോക്കിയാൽ പറ്റില്ല, കാരണം കണ്ണാടിയാണല്ലോ. പുറകിൽ കൂടെ വേണം കയറാൻ. അത് കഴിഞ്ഞിട്ട് പോയി ഇതോ അടിപൊളിയായിരുന്നു. ഒരു ടണൽ പോലെയാ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കിനും തല കറങ്ങും. പക്ഷേ ഇങ്ങനെ വേറെ എവിടെയോ എത്തിയൊരു ഫീലാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തൂടെ പോയി, അത് അതിൽ രസം. ഒരു മെയ്സ്. കണ്ണ് കാണൂല, ഒന്നും കാണൂല. ഏത് വഴി പോകും? ഞാൻ വഴി അത് തിരിച്ചു പോവാ.
ഇല്ല. ഒരു തവണ ഇവിടെ ഉണ്ടല്ല, ഇവിടെ ഒന്നും ഇല്ല. അതെന്താ ഇവിടെ ഒന്നും ഇല്ല. Make sure you hold on to someone. You may have heard it, but the wise old are here to tell you that you better believe it. Age is simply a matter of mind. If you don't mind, then my friend, it doesn't matter. So go on, be carefree like a little baby. But first, give Zulfar a few coins, and I will give you a fortune. യുവർ ഫോർച്യൂൺ. 2 കോടിന്റെ ഫോർച്യൂണാണ് ഗൈസ്. What are you waiting for? Come on over. For a small fee, the wise Zulfar will give you a miracle. പറ്റിക്കപ്പെട്ടു ഗൈസ്. അയ്യോ, എന്തോ അതിൽ എഴുതിയേക്കുന്നേ? നീ ഒത്തിരി സംസാരിക്കുന്നതാണ് ചാച്ചന്റെ കുഴപ്പം. അതുകൊണ്ട് സീക്രട്ട് കീപ്പ് ചെയ്യാൻ പഠിക്കുക. ഗോൾഡൻ ക്വാളിറ്റി സംസാരിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യവും മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ കുറിച്ചുള്ള കൺസിഡറേഷനും ഒത്തിരി കൂട്ടുകാരെ തന്നു. അത് ശരിയാ, പക്ഷേ എന്നാലും ഇത് ശരിയായത് എങ്ങനെയാ? ഇതെനിക്ക് അത്ഭുതമായി. ഇത് ശരിയായില്ലോ. അങ്ങനെ നമ്മുടെ അടിപൊളി ക്യാമറ ഓബ്സ്ക്യൂറായിന്ന് പുറത്തിറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അതുകൊണ്ട് ഈ വ്യൂ ആണ് കണ്ടത്. എന്ത് ഭംഗിയാന്നൊക്കെ. പഴയ ബിൽഡിങ്സ്, എല്ലാ ബിൽഡിങ്സും ഇങ്ങനെ ഏതോ ഇങ്ങനെ മൂവിക്ക് സെറ്റിട്ട പോലെ ഇരിക്കുകയായിരുന്നു. അത്ര ഭംഗിയുണ്ടായിരുന്നു. എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സാണ്. മുന്നേ കാണുന്നത് നമ്മുടെ ആർട്ട് ഗാലറി, സ്കോട്ട് മോണ്യുമെൻറ്റ്, കത്തീഡ്രല്, അങ്ങനെ എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഡിഷൂം എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഒത്തിരി റിവ്യൂസ് കേട്ട് പോയതാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഏതോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു. അത്യാവശ്യം അങ്ങനെ മോശം പറയാനൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇച്ചിരി പ്രകൃതിയൊക്കെ ആസ്വദിക്കാമെന്നോർത്തു. നല്ല വെതറാണ് പതിവില്ലാതെ. എല്ലാവരും പറഞ്ഞു സ്കോട്ട്ലൻഡിൽ ഭയങ്കര മഴയായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും. പക്ഷേ ദൈവം സഹായിച്ച് നല്ല വെതറാണ്. നമുക്ക് നോക്കാം ഇവിടെ എന്തുണ്ടെന്ന്. ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ ഏരിയ ഉണ്ട്. ഒത്തിരി ഏരിയയിലാണ് ഇവർ ബൊട്ടാണിക്കൽ ഗാർഡൻ പണിതേക്കുന്നത്. പല പല സെക്ഷനായിട്ട് തിരിച്ച് പല പ്ലാൻ വെറൈറ്റി ഓരോ സ്ഥലത്ത് അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ലേറ്റായി. ക്ലോസ് ചെയ്യാൻ എന്തോ 1 hour അങ്ങാണ്ട് ഉള്ളപ്പോഴാണ് നമ്മൾ എത്തിയത്. ക്യാമറ ഓബ്സ്ക്യൂറയിൽ 3-3.5 മണിക്കൂറോളം എടുത്തു. അങ്ങനെ ആയപ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമായിപ്പോയി. അപ്പോഴത്തേക്കിനും നമ്മൾ എഡിൻബറ മ്യൂസിയം കാണണമെന്ന് വിചാരിച്ചായിരുന്നു. അത് നടന്നില്ല, കാരണം അപ്പോഴത്തേനും അത് ക്ലോസായി. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിലും കുറച്ചേ കാണാൻ പറ്റിയുള്ളൂ.
ഒത്തിരി നമ്മൾ കാണാത്ത കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ആ കണ്ട അത്രയും പോർഷനും നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സമാധാനം, ഒരു കാം പീസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇങ്ങനെ കിളികളുടെ സൗണ്ട്, നല്ല നല്ല പൂക്കൾ, പ്രത്യേകിച്ച് സ്പ്രിങ് ടൈം ആയതുകൊണ്ട് എല്ലാം പൂക്കളൊക്കെ പൂക്കുന്ന സമയമാണ്. പിന്നെ എല്ലാം നല്ല പച്ചപ്പും അങ്ങനെ. പക്ഷേ നമ്മൾ വിൻ്ററിലൊക്കെ വരുവാണെങ്കിൽ ഈ മരത്തിലൊന്നും ഇലയൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ഒരു ഡാർക്ക് മൂഡാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം നല്ല വെളിച്ചം. എന്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും അല്ലേ അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ. നമുക്ക് ഒട്ടും അങ്ങനെ ബോറടിക്കത്തില്ല. ഇങ്ങനെ ഓരോ സ്ഥലവും അതിൻ്റേതായ പ്രത്യേകതകളോടാണ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. സമയം കുറച്ചേ ഉള്ളെങ്കിലും ആ കണ്ടത്രയും നമുക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ബസ് പിടിച്ച് നമ്മൾ തിരിച്ച് എഡിൻബറ സിറ്റി എത്തി. ഒരു ഫൈനൽ എഡിൻബറ സിറ്റി വാക്ക് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഡേ ടിക്കറ്റ് ബസ്സിന് എടുത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു ടിക്കറ്റ് കൊണ്ട് നമ്മളിന്ന് ഫുൾ ഡേ എല്ലാ സ്ഥലത്തും പോയത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് റോയൽ മൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരു കത്തീഡ്രൽ ഉണ്ടായിരുന്നു, സെൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഫേമസ് സ്ട്രീറ്റാണ്. മെയിൻ കുറേ അട്രാക്ഷൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇതാണ് നമ്മുടെ കത്തീഡ്രൽ, പറഞ്ഞ കത്തീഡ്രൽ. അവിടെ ഒരു പുള്ളിക്കാരത്തിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എഡിൻബറയിൽ വന്നിട്ട് അതൊരു പ്രത്യേകത. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ടൈപ്പിൽ മ്യൂസിക് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊരു രസമായിരുന്നു. നമ്മളിപ്പോൾ ഈ പോകുന്നതാണ് നമ്മുടെ ഹാരി പോട്ടർ മൂവിയിലെ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഡയഗൺ ആലി എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് കരുതപ്പെടുന്ന സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. വിക്ടോറിയ സ്ട്രീറ്റ് എന്നാണ് സ്ട്രീറ്റിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ മൂവിയിൽ ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ രണ്ട് സൈഡിലും അടുപ്പിച്ച് ഷോപ്സ്, ഒരു കുട്ടി സ്ട്രീറ്റ്. അതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ എഡിൻബറ വന്നപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയത് ഹാരി പോട്ടർ മൂവിക്ക് സെറ്റിട്ട പോലത്തെ ഒരു സ്ഥലം. അങ്ങനെ ആ മൂവി ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് കുറച്ചുകൂടെ കണക്റ്റ് ആവും. അപ്പോൾ ഇത് പതിവിലും വിപരീതമായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ബിൽഡിങ്സ്, ഒരു വേറൊരു മൂഡുള്ളൊരു സ്ട്രീറ്റായിരുന്നു ഈ വിക്ടോറിയ സ്ട്രീറ്റ്. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നടന്നു പോകാൻ നല്ല ഏരിയ ആയിരുന്നു.
പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നടന്ന് ഇന്ന് ഫുൾ ഡേ നടന്ന് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു. ഇപ്പോൾ വലിയ എനർജിയൊന്നും ഇല്ല. ഇനിയും ഇതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകണോ എന്നുള്ള ചിന്തയുള്ളൂ ഇപ്പോൾ. നമ്മളുടെ എഡിൻബറോ ട്രിപ്പ് അവസാനം ഫിനിഷായി. നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് മോർണിംഗ് തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകണം. നല്ല 2 ദിവസമായിരുന്നു. ഒത്തിരി മെമ്മറീസൊക്കെ കിട്ടി. ഞങ്ങളെപ്പോലെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസായിട്ട് നമുക്ക് താമസിയാതെ പിന്നെയും കാണാം. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.